രാവിലെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എന്താ നിറച്ച ഓട്ട. മുറ്റത്ത് മുഴുവനും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അതിർത്തി ഇട്ട കണക്ക് ഉറുമ്പുകളൊരു അതിർത്തി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നൊട്ട് വ്യക്തമല്ല. പിന്നെ അവസാനം ഞാനും ഏട്ടനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഗഗനമായി ചിന്തിച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കി ഒന്നില്ലെങ്കിൽ ഞാഞ്ഞൂള് അല്ലെങ്കിൽ മണ്ണട്ട. അങ്ങനെ എൻ്റെ ചിന്തയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു അടുപ്പത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്നലെ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ വന്നൊരു സംഗതിയാണ്. അത് ഇന്നൊന്ന് പ്രാവർത്തികമാക്കാൻ നേടി. പക്ഷേ എൻ്റെ പൊന്നേ ചൂടെടുത്തിട്ട് ഒട്ടും ഞാൻ അരി അടുപ്പത്തിട്ടതിന് ശേഷം വേഗം കുക്കറിൽ സാമ്പാറിനുള്ളത് ഇട്ടിട്ട് കുളിക്കാൻ കയറാൻ നേരം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി തേച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ചെതുമ്പൽ നല്ലുള്ള മീൻ തിണ്ട എന്നെങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് ട്ടോ. ഇവിടേക്ക് അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ചെതമ്പ് കളഞ്ഞിട്ട് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചു. ഒരെണ്ണമല്ലേ ഉള്ളൂ. ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറി ട്ടോ. കുളിച്ച് കയറി വന്നതിന് ശേഷം ഞാനത് കഷ്ണം മുറിക്കാനും ഇതിനൊക്കെ ഒന്ന് കഷ്ണം മുറിച്ച് അപ്പം തന്നെ അവിടെ വൃത്തിയാക്കണം. അല്ലെങ്കിൽ പൂച്ചക്കുട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുങ്ങളൊക്കെ വന്ന് കയറി മേയും. അപ്പം തന്നെ മസാല തിരുമ്മിച്ച്. കാര്യം എന്ന് വെച്ചാൽ അടുപ്പ് ഒഴിവായ സമയത്ത് പെട്ടെന്ന് കയറ്റാലോ എന്ന് വിചാരിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് വെച്ചു ട്ടോ. ഞാൻ കരുതുന്നൊരു പൊള്ളിച്ച ടൈപ്പ് പോലെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. നമുക്കിവിടെ നമ്മൾ വാടക വീട്ടിലല്ലേ നിൽക്കണം. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക വാഴയൊന്നൊന്നുമില്ല. പിന്നെ അപ്പുറത്തുള്ള ചേച്ചികളുണ്ട്. അവരോട് പെർമിഷൻ ചോദിക്കാണ്ട് എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ വെച്ച സാമ്പാർ ഒരു കലത്തിലാക്കിയിട്ട് ഞാനത് വീണ്ടും അടുപ്പിൽ കൊണ്ട് വെച്ച് എന്നിട്ട് അടുപ്പത്ത് ചോറ് എടുത്തിട്ട് വന്ന് ഊറ്റാൻ തുടങ്ങി ട്ടോ. പെട്ടെന്ന് വേവുകയും ചെയ്തേ. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന അരിയായിരുന്നു പിള്ളേരുടെ. നല്ല അരിയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്തു. പിന്നെ അത് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് ഈ കരിയുള്ള പാത്രങ്ങൾ വലിയ താല്പര്യം ഇല്ലാത്തതാണ്. സമയത്തൊക്കെ കരിയാവുമോ എന്ന് പേടിച്ചിട്ടുള്ളതാണ്. ഞാൻ സിങ്കിലോട്ട് ആദ്യത്തെ വെള്ളമൊക്കെ തൂത്ത് കളഞ്ഞ് പിന്നെ ഒരു പാത്രം വെച്ച് ചെയ്യാട്ടോ ചെയ്യുക. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേനും കറി തിളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുപ്പ് കെട്ടിട്ടുണ്ടായിരുന്നു. നല്ല പണി അടുപ്പത്ത് ചെയ്യുമ്പോൾ. അതിന് ശേഷം വീണ്ടും അടുപ്പ് കത്തിച്ച് ഞാനത് വാങ്ങി വെച്ചിട്ടോ തിളപ്പിച്ച്. പിന്നെ മീൻ എന്ത് ചെയ്തു, വറുക്കാൻ വേണ്ടി കൊണ്ടുവച്ചു. വറുക്കല്ല ഒരു പൊള്ളിച്ച ടൈപ്പ് ആക്കണമെന്നായി. തക്കാളിയൊക്കെ ഒരു 5-6 അതിൻ്റെ മുകളിൽ അരിഞ്ഞിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചു. അതാകുമ്പോൾ ഒരുപാട് ഓയിലും വേണ്ട, മീനകവും പുറത്തും പതുക്കെ ഇരുന്ന് വേവുകയും ചെയ്യും. എന്നാൽ മസാലയിൽ മിക്സ് ആവുകയും ചെയ്യും. ഞാനിത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല രീതിയിൽ